വാല്യൂസ് സപ്ലൈയുടെ ക്യൂക്ക് റിവിഷൻ CMA എന്ററിന്റെ വാല്യൂസ് സപ്ലൈയുടെ ക്യൂക്ക് റിവിഷൻ ഇൻക്ലൂഡിംഗ് വാല്യൂസ് റൂൾസ് അടക്കം പറയുന്നു. ഒറ്റയടിക്ക് ഒറ്റ വീഡിയോ നമ്മൾ പെട്ടെന്ന് തീർക്കും. ക്യൂക്ക് റിവിഷൻ. ഓക്കെ, സോ വാല്യൂ സപ്ലൈയുടെ സെക്ഷൻ 15 ആണ്. വാല്യൂ സപ്ലൈയുടെ ലോജിക് എന്താ? അതായത് ടാക്സ് പേ ചെയ്യാൻ വേണ്ടി വി നീഡ് സം വാല്യൂ അല്ലെ, ആ വാല്യൂ വേണം. ആ വാല്യൂ സെക്ഷൻ 15 അനുസരിച്ച് പറയുന്നത് ഏതാണെന്ന് അറിയോ? ടാക്സ് നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, നിങ്ങൾ വിൽക്കുന്ന വാല്യൂ ഇല്ലേ, ട്രാൻസാക്ഷൻ ചെയ്യുന്ന വാല്യൂ ഇല്ലേ, അതിന്റെ മുകളിൽ തന്നെ നിങ്ങൾ കണ്ടോ, ട്രാൻസാക്ഷൻ വാല്യൂന്റെ മുകളിൽ നിങ്ങൾ അപ്ലൈ ചെയ്തോ, ട്രാൻസാക്ഷൻ വാല്യൂന്റെ മുകളിൽ നിങ്ങൾ GST റേറ്റ് ഇട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ ട്രാൻസാക്ഷൻ വാല്യൂ എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് അഡ്ജസ്റ്റ് ചെയ്യണം. സപ്ലൈറും റിസീപ്റ്റും റിലേറ്റഡ് ആവാൻ പാടില്ല. അതേപോലെ പ്രൈസ് ആയിരിക്കണം സോൾ കൺസിഡറേഷൻ. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോകും. നമ്മൾ നേരെ പോകുന്നത് എവിടേക്ക് പോകും? ഇങ്ങോട്ട് പോകും, GST വാല്യൂഷൻ റൂൾസിലോട്ട് പോകും. ഓക്കെ, വാല്യൂഷൻ റൂൾസ് ഇതിലില്ല, വിൽ ഡിസ്കസ്. ഓക്കെ, അപ്പോൾ വാല്യൂ സപ്ലൈയിൽ നമ്മൾ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ട്രാൻസാക്ഷൻ വാല്യൂ എടുക്കാന്ന് പറഞ്ഞു. പക്ഷേ ട്രാൻസാക്ഷൻ വാല്യൂ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ് നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട്? അതായത് ട്രാൻസാക്ഷൻ വാല്യൂയിൽ ഈ താഴെ പറഞ്ഞ ABCDE, ഈ ABCDE പറഞ്ഞ സാധനങ്ങൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡഡ് ആണോ, ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ട്രാൻസാക്ഷൻ വാല്യൂ എനി ടാക്സസ് അതർ ദാൻ GST അല്ലാത്ത മറ്റെല്ലാ ടാക്സസും ട്രാൻസാക്ഷൻ വാല്യൂയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഇഫ് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ അത് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ക്വസ്റ്റ്യനിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ടാക്സ് ആണ് മുനിസിപ്പൽ ടാക്സ്. മുനിസിപ്പൽ ടാക്സ് വന്ന് തരും, എന്ത് ചെയ്യുക, എടുത്ത് ആഡ് ചെയ്യുക. തന്ന പ്രൈസിന്റെ കൂടെ എന്ത് ചെയ്യുക, ഇത് ആഡ് ചെയ്യുക. അത് മാത്രം ചെയ്താൽ മതി. പക്ഷേ GST ഒന്നും ആഡ് ചെയ്യരുത്. അതേപോലെ TCS ആഡ് ചെയ്യരുത്. TCS ഒരു ഇന്ററിം ലെവി എന്നാ പറയുന്നത്. TCS എന്ത് ചെയ്യരുത്, നിങ്ങൾ ആഡ് ചെയ്യരുത്. TCS അതർ ദാൻ GST അല്ലേ, അതും ആഡ് ചെയ്യരുത്. ഇനി സപ്ലയർ പേ ചെയ്യേണ്ട എന്തോ എമൗണ്ട്, അത് ആര് പേ ചെയ്തു? റിസിപ്പന്റ് പേ ചെയ്തു. എടാ സപ്ലയർ പേ ചെയ്യേണ്ടതല്ലേ? സപ്ലൈ പേ ചെയ്തിരുന്നെങ്കിൽ സപ്ലൈ അത് ട്രാൻസാക്ഷൻ വാല്യൂയിൽ ഇൻക്ലൂഡ് ചെയ്യുമായിരുന്നില്ലേ? ഇപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ വാല്യൂ കുറഞ്ഞെടുക്കല്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാതും സപ്ലൈ പേ ചെയ്യേണ്ട ഞാൻ റിസീപ്റ്റിനായി ഞാൻ പേ ചെയ്ത് കൊടുത്താൽ പോരെ? വാല്യൂ കുറച്ചുകൂടെ? വാല്യൂ കുറക്കും അൾട്ടിമേറ്റ്ലി ടാക്സ് കുറച്ചുകൂടെ. തട്ടിപ്പാണ്. ആ തട്ടിപ്പ് തടയാൻ വേണ്ടി പറഞ്ഞ് സപ്ലൈർ പേ ചെയ്യേണ്ട എന്തെങ്കിലും എമൗണ്ട് അത് റിസീപ്റ്റ് പേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, അതും ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇൻസിഡന്റൽ എക്സ്പെൻസ് എല്ലാതും, അതായത് കമ്മീഷൻ, പാക്കിംഗ്, ടെസ്റ്റിംഗ്, മറ്റേ ചാർജസ്, അത് ഇത് ഫ്രൈറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. മസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വല്ല ഇൻസിഡന്റൽ എക്സ്പെൻസ് തരാണെങ്കിൽ ആഡ് ചെയ്യണം. അതേപോലെ ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി, നമ്മൾ ഡിലേ ചെയ്യുന്നതുകൊണ്ട്, പേയ്മെന്റ് ഡിലേ ചെയ്യുന്നതുകൊണ്ട് തന്നെ പല ഇൻട്രസ്റ്റ്, പെനാൽറ്റി, ലേറ്റ് ഫീ നിങ്ങൾ അവരേക്ക് എക്സ്ട്രാ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും വാല്യൂ സപ്ലൈയിൽ ഇൻക്ലൂഡ് ചെയ്യണം. പക്ഷെ അതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് ഇൻക്ലൂഡിംഗ് GST ആയിട്ട് കൺസിഡർ ചെയ്ത് അതിന് എക്സ്ക്ലൂസീവ് ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ അത് ആഡ് ചെയ്യാൻ. വാട്ട് ഈസ് മീൻ ബൈ ദാറ്റ്? അതിന്റെ ലോജിക് എന്താ? എടാ ഞാൻ സപ്ലൈ നിങ്ങൾ റിസീപ്റ്റ് ഞാൻ നിങ്ങൾക്ക് സാധനം വിട്ട് നിങ്ങൾക്ക് പൈസ തന്നിട്ടില്ല, ഡിലേ ആയപ്പോൾ നിങ്ങൾക്ക് 1000 രൂപ എക്സ്ട്രാ ഞാൻ വാങ്ങി. ഈ 1000ത്തിന്റെ കൂടെ GST കൂടി ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ പുളിച്ച തെറി എന്നോട് പറയില്ലേ? 1000 തന്നെ നിങ്ങൾ തരുന്നത് എന്താ പറയുക, മര്യാദക്കല്ല. അതായത് നിങ്ങൾ എങ്ങനെ തരുന്നത്? അയ്യോ 1000 അങ്ങനെ എന്തെങ്കിലും തരുന്നത്. അപ്പൊ 1000ത്തിന്റെ കൂടെ നിങ്ങളേക്ക് ഞാൻ എക്സ്ട്രാ ഈ പറഞ്ഞ GST കൂടി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെ ഇതാവില്ല, നിങ്ങൾ ഇതാവും. അപ്പൊ കോമൺ സെൻസ് പറഞ്ഞ ഒരു കാര്യം ചെയ്തു, ആ ഇൻട്രസ്റ്റിൽ GST കൂടി ഇൻക്ലൂഡഡ് ആണെന്നാണ് വിചാരിച്ചു, അങ്ങോട്ട് അസ്യൂം ചെയ്തോ. അതുകൊണ്ട് ആ വാല്യൂ സപ്ലൈന്റെ കൂടെ ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി വലുത് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ ഇഫ് GST റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ എടുത്ത് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഇഫ് GST റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എക്സ്ക്ലൂഡിംഗ് ആക്കിയിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് ആക്കാൻ അറിയാലോ, കോമൺ മാത്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക, ആഡ് അങ്ങനെ ആക്കിയിട്ട് വേണം. ഇനിയിപ്പോ GST റേറ്റ് തന്നിട്ടില്ലെങ്കിലോ, GST റേറ്റ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ അതേപോലെ എടുത്ത് ആഡ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ, ഇനി സബ്സിഡിയുടെ കാര്യം. സബ്സിഡി ഡയറക്ട്ലി ലിങ്ക് ടു ദി പ്രൈസ്. പ്രൈസിൽ ലിങ്ക് ചെയ്തിട്ടുള്ള സബ്സിഡി ആണെങ്കിൽ, അതും സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് സബ്സിഡി ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് സബ്സിഡി അല്ലാത്ത വല്ല സബ്സിഡി ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അതിന് ആഡ് ബാക്ക് എന്നാ പറയാ. അതാ സബ്സിഡി ജനറലി ഒരു നെഗറ്റീവ് നാച്ചർ അല്ലേ, കുറക്കാൻ പറ്റുന്ന സാധനമല്ലേ. അപ്പൊ സബ്സിഡിയുടെ സാധനം തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സിഡി പ്രൈസിൽ നിന്ന് ഓൾറെഡി കുറച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ നോക്കുക. കൺസിഡേർഡ് ആണോ അല്ലേ? ക്വസ്റ്റ്യൻ അങ്ങനെ കാര്യം വരാം, സബ്സിഡി ഓൾറെഡി കൺസിഡേർഡ്, അതിനർത്ഥം സബ്സിഡി കുറച്ചിട്ടുണ്ട് എന്നാ അല്ലേ. സബ്സിഡി കൺസിഡേർഡ് എന്ന് പറയുമ്പോൾ എന്താ, സബ്സിഡി നെഗറ്റീവ് ഫിഗർ അല്ലേ, സബ്സിഡി കുറച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സബ്സിഡി ഡയറക്ട്ലി ലിങ്ക് ടു ദി പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് തരികയാണെങ്കിൽ സബ്സിഡി കുറച്ചിട്ടുണ്ടോ നോക്കുക. കുറച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. ഇഫ് അത് ഗവൺമെന്റ് സബ്സിഡി അല്ലെങ്കിൽ, അപ്പൊ അലോബിൾ കുറക്കാൻ പറ്റുന്ന സബ്സിഡി ഏതാടാ? കുറക്കാൻ പറ്റുന്ന സബ്സിഡി ഏതാ? കുറക്കാൻ പറ്റുന്ന സബ്സിഡി ഏതാ? ഗവൺമെന്റ് സബ്സിഡിയാണ്. അതർ ദാൻ ഗവൺമെന്റ് സബ്സിഡി എന്ത് ചെയ്യാൻ പാടില്ല, കുറക്കാൻ പാടില്ല. ഇഫ് കുറച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് ആഡ് ബാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഡിസ്കൗണ്ടിന്റെ കേസിൽ ഡിസ്കൗണ്ട് ബിഫോർ ദ ടൈം ഓഫ് സപ്ലൈ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് നമുക്ക് മൈനസ് ചെയ്യാം. ഇൻവോയ്സ് ഡിസ്കൗണ്ട് പിന്നെ ആഫ്റ്റർ സപ്ലൈ പറയുന്നില്ല ഞാൻ ബിഫോർ സപ്ലൈ ആണെങ്കിൽ, അതായത് ആഫ്റ്റർ സപ്ലൈ അങ്ങനെ വരില്ല. ഓക്കെ, ടൈം ഓഫ് സപ്ലൈ സപ്ലൈ ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്കൗണ്ട് മൈനസ് ചെയ്യാം. ഇഫ് എഗ്രീഡ് ആണെങ്കിൽ പ്ലസ് ഇൻവോയ്സിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ മതി. ഇനി ഇതിന്റെ ഒരു സമ്മറിയാണ് മൊത്തത്തിൽ. നിങ്ങൾ ജസ്റ്റ് പോസ് ആക്കിയിട്ട് വേണമെങ്കിൽ നോക്കി നോക്കാം. ഇതാണ് മൊത്തം സമ്മറി. ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്യേണ്ട. അതിൽ ഒരു കാര്യം മാത്രം പറയാൻ വേണ്ടി ഞാൻ ഇവിടെ നിർത്തി. അതായത് ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി വല്ലതും ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തിനാ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ബട്ട് ക്വസ്റ്റ്യനിൽ വെയ്വ്ഡ് എന്ന് പറയുകയാണെങ്കിൽ, വെയ്വ്ഡ് എന്ന് പറഞ്ഞാൽ എഴുതി തള്ളി കളക്ട് ചെയ്യുന്നില്ല, അതിന്റെ അർത്ഥം വെയ്വ്ഡ് എന്ന് വല്ലതും പറയുന്നതാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യരുത്. ചില ക്വസ്റ്റ്യനിൽ വെയ്വ്ഡ് എന്ന് പറഞ്ഞത് തരും, ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി ഉണ്ട്, ബട്ട് ലേറ്റർ അത് വേവ് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ അത് കൺസിഡർ ചെയ്യേണ്ട. നോട്ടായിട്ട് എന്ത് കൊടുക്കുക, വേവ് ചെയ്തുകൊണ്ട് കൺസിഡർ ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ മതി. ഇനി വാല്യൂ സപ്ലൈയുടെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നോട്ട് കൊടുക്കുക എന്നുള്ള വെരി ഇമ്പോർട്ടന്റ് ആണ്. ഏതാണോ റെസ്പെക്റ്റീവ് സാധനങ്ങൾ ആഡ് ചെയ്യുന്നത്, എടുക്കുന്നത് ഏതാ, അതിന്റെ റെസ്പെക്റ്റീവ് നോട്ട് കൊടുത്താൽ മാത്രമേ ഇതിലെ മാർക്ക് കിട്ടുള്ളൂ.
ദിസ് ഈസ് അബൌട്ട് വാല്യൂ സപ്ലൈ കംപ്ലീറ്റ്ലി കഴിഞ്ഞ് ഇനി വാല്യൂഷൻ റൂൾസിലോട്ട് പോകാം. വാല്യൂഷൻ റൂൾസ് തുടങ്ങുന്നത് റൂൾ 27 തൊട്ട് 35 വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. 35 ഒന്നുമില്ല, നമുക്ക് റൂൾ 27, 28, 29, 30, 31, 32 മതി. 33, 34, 35 ഒന്നും വേണ്ട. ഓക്കെ, സോ റൂൾ ഇത് എപ്പോഴാണ് വാല്യൂഷൻ റൂൾസിന്റെ സംഭവം വരുന്നത്, ഇതിന്റെ അപ്ലിക്കബിലിറ്റി വരുന്നത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞു ട്രാൻസാക്ഷൻ വാല്യൂ എടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ട്രാൻസാക്ഷൻ വാല്യൂ എടുക്കണമെങ്കിൽ 2 കണ്ടീഷൻ, റിലേറ്റഡ് പാർട്ടി ആവാൻ പാടില്ല, പ്രൈസ് ആയിരിക്കണം സോൾ കൺസിഡറേഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും? അപ്പൊ പറഞ്ഞു റൂൾ 27 or 28 അങ്ങനെ ആ റൂൾ അനുസരിച്ച് എടുത്തോ. വാല്യൂ ഇല്ലാന്ന് പറഞ്ഞിട്ട് GST അടക്കാതിരിക്കാൻ പറ്റില്ല. വാല്യൂ എന്തായാലും വേണ്ടേ? അപ്പൊ വാല്യൂ കണക്കാക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യോ, ഈ പ്രൈസ് സോൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ കൺസിഡറേഷൻ നോട്ട് വോൾ ഇൻ മണി അല്ലെങ്കിൽ പ്രൈസ് അല്ല സോൾ കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, റൂൾ 27 എടുത്തോ. റൂൾ 27 അനുസരിച്ച് പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എടുത്തോ എന്ന് പറഞ്ഞു. ഫസ്റ്റ് പ്രിഫറൻസ് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എടുത്തോ എന്ന് പറഞ്ഞു. ഇനി ചോദിച്ചു ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ലെങ്കിലോ, ക്വസ്റ്റ്യൻ ചെക്ക്, അങ്ങോട്ട് ഒരു ചെക്ക് വെച്ച്. അപ്പൊ തിരിച്ചിങ്ങോട്ട് ഗവൺമെന്റ് ഒരു ചെക്ക് വെച്ചിട്ട് പറഞ്ഞു എന്ത്, ഒരു കാര്യം ചെയ്തു, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ പൈസ ആയിട്ട് കൊടുത്തൊരു എമൗണ്ട് ഇല്ലേ, പൈസ ആയിട്ട് ഒരു എമൗണ്ട് കൊടുത്തിട്ടുണ്ടാവില്ല കുറച്ച്, ആ പൈസ ആയിട്ട് വല്ല എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിന്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ കണക്കാക്കുക. പ്ലസ് നിങ്ങൾ കൺസിഡറേഷൻ ആയിട്ട് വേറെ ഇൻ കൈൻഡ് കൊടുത്ത സാധനം ഇല്ലേ, അതിന്റെ മണി വാല്യൂ എന്താണോ നോക്കുക. ഫർദർ എമൗണ്ട് ഈക്വൽ ടു ദി കൺസിഡറേഷൻ ഇൻ മണി. മണി വാല്യൂ എന്താ നോക്കുക, മണി വാല്യൂ ആഡ് ചെയ്യാം. ഇതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ഓഡിറ്ററാണ്, നിങ്ങൾ കാർ കമ്പനി നടത്തുന്നുണ്ട്, കാർ ഡീലറാണ് നിങ്ങൾ. ഞാൻ നിങ്ങളേക്ക് ഒരു കാർ വാങ്ങി, 11 ലക്ഷത്തിന്റെ കാറാണ്, ഞാൻ 9 ലക്ഷത്തിന് വാങ്ങി, 2 ലക്ഷം ഞാൻ ഓഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരിച്ച് കൺസിഡറേഷൻ ആയിട്ട് തരും. സോ കൺസിഡറേഷൻ ഫുള്ളി മണി അല്ല ഇവിടെ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ട്രാൻസാക്ഷൻ വാല്യൂ 9 ലക്ഷം ആയിരിക്കും. 9 ലക്ഷത്തിന് മുകളിലാണ് GST വരിക, 11 ലക്ഷത്തിന് മുകളിലാണ് GST വരിക. ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ ആണ് 11 ലക്ഷം, 11 ലക്ഷത്തിന് മുകളിൽ GST വരും. ഞാൻ അതല്ല ഓപ്പൺ മാർക്കറ്റിൽ അവൈലബിൾ അല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പൈസ ആയിട്ട് തന്ന എത്ര, 9 ലക്ഷം, കൺസിഡറേഷൻ നോട്ട് ഇൻ മണി എത്ര, 2 ലക്ഷം. സോ 2 കൂടി കൂട്ടുമ്പോൾ 11 ലക്ഷം, 11 ലക്ഷത്തിന് മുകളിൽ GST അപ്ലിക്കബിൾ ആവും. സോ അതാണ് റൂൾ 27. ഇനി പറയാണ് ഇതും അപ്ലിക്കബിൾ അല്ല, എയും ബിയും അനുസരിച്ച് കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പറയാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി, ഇതേ കൈൻഡ് ആൻഡ് ക്വാളിറ്റിയിൽ വരുന്ന വേറെ എന്തെങ്കിലും സാധനമെങ്കിൽ അതിന്റെ GST എടുത്തോ, അതിന്റെ വാല്യൂ എടുത്തോ എന്നാണ് പറയുന്നത്. അപ്പൊ പറഞ്ഞു ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി ഇല്ല, അങ്ങനെയുള്ള സാധനം അവൈലബിൾ അല്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, റൂൾ 30 എടുത്തോ, റൂൾ 31 എടുത്തോ, ഇൻ ദാറ്റ് ഓർഡർ. ആദ്യം റൂൾ 30ക്ക് പോവുക, അതല്ലാന്നെങ്കിൽ റൂൾ 30 ഒക്കെ അല്ലാന്നെങ്കിൽ റൂൾ 31ക്ക് പോവുക. റൂൾ 30ക്ക് ഞാൻ ഇപ്പൊ തന്നെ പോവുകയാണ്. റൂൾ 30ക്ക് പറയാണ് കോസ്റ്റ് ബേസിൽ എടുക്കാൻ, അതായത് ആ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എത്ര നോക്കുക, കോസ്റ്റിന്റെ 110% എടുക്കുക, അതായത് കോസ്റ്റ് പ്ലസ് 10% എടുക്കുക. 10% എന്തായിട്ട് കണക്കാക്കുന്ന ഒരു എന്താ പറയുക പ്രോഫിറ്റ് പോലെ കോസ്റ്റ് എടുക്കുക, 10% അതിന്റെ കൂടെ കൂട്ടുക, അല്ലെങ്കിൽ കോസ്റ്റിന്റെ 110% എന്നുള്ള രീതിയിൽ പോവുക. ഓക്കെ, ഈ 110 ഇമ്പോർട്ടന്റ് ആണ്. റൂൾ 30 അനുസരിച്ച് MCQ ചോദിക്കും എത്ര ശതമാനം കൂട്ടേണ്ട, 110% എന്ന് പറയും. ഓക്കെ, ഇനി റൂൾ 30 കോസ്റ്റ് അവൈലബിൾ അല്ലെങ്കിൽ ഈ പണി നടക്കൂല. അപ്പൊ റൂൾ 31 എടുക്കാൻ പറഞ്ഞ് ബെസ്റ്റ് ജഡ്ജ്മെന്റ്, അതായത് ഒരു സുമാർ വാല്യൂ, ഒരു റീസണബിൾ മീൻസിൽ ഒരു വാല്യൂ എന്ത് ചെയ്യാൻ നിശ്ചയിക്കുക. സെക്ഷൻ 15 ഒക്കെ അനുസരിച്ച് ഏകദേശം ഒരു വാല്യൂ എന്ത് ചെയ്യാൻ നിശ്ചയിക്കുക. അതിന്റെ മുകളിൽ അപ്പൊ ഡ്യൂട്ടി അടക്കാതെ വിടൂല എന്നാണ് അതിന്റെ സാരം. ഓക്കെ, സോ റൂൾ 30 കഴിഞ്ഞ് റൂൾ 31 കഴിഞ്ഞു. അപ്പൊ അടുത്ത ചോദ്യം വന്നു റൂൾ 28, അതായത് റിലേറ്റഡ് പാർട്ടി ഡിസ്റ്റിങ് പേഴ്സൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അപ്പൊ റിലേറ്റഡ് പാർട്ടി ആണെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂ എടുക്കാൻ പറ്റൂലല്ലോ. അങ്ങനെയാണെങ്കിൽ അതായത് റിലേറ്റഡ് പാർട്ടി അല്ലെങ്കിൽ ഡിസ്റ്റിങ് പേഴ്സൺ ഒക്കെ ആണെങ്കിൽ റൂൾ 28 അനുസരിച്ച് എടുക്കാനാണ് പറയുന്നത്. അതായത് അപ്പോൾ ഇവിടെ വാല്യൂ എടുക്കാൻ വേണ്ടി പറഞ്ഞു ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അവൈലബിൾ ആണെങ്കിൽ അതെടുത്തോ, ഞാൻ അത് അവൈലബിൾ അല്ലെങ്കിൽ ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റിന്റെ എടുത്തോ, അതും അവൈലബിൾ അല്ലെങ്കിൽ റൂൾ 30 റൂൾ 31 അനുസരിച്ച് എടുത്തോ എന്ന് പറഞ്ഞു. ബട്ട് അഡീഷണലി ഇവിടെ സപ്ലൈർക്ക് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 2 ഓപ്ഷൻ, ഇതാണ് ഓപ്ഷൻ എ, ഇതാണ് ഓപ്ഷൻ ബി. 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പറയാണ് സപ്ലയർ ഇത് ഗുഡ്സ് ആണെങ്കിൽ, നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന സാധനം ഗുഡ്സ് ആണെങ്കിൽ ഓൺലി ഇൻ കേസ് ഓഫ് ഗുഡ്സ് മാത്രമേ ഈ സംഭവം വർക്ക് ആവുള്ളൂ. ഈ ഗുഡ്സ് ആണ് നിങ്ങൾ കൊടുക്കുന്നത്, റിലേറ്റഡ് പാർട്ടിക്ക് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഗുഡ്സ് ആണ്. ഇനി ആ റിലേറ്റഡ് പാർട്ടിയുടെ ഇന്റൻഷൻ, അയാളുടെ ഇന്റൻഷൻ, റെസിപ്പന്റിന്റെ ഇന്റൻഷൻ ഫർദർ സപ്ലൈ ആണ്, ഈ സാധനം മറിച്ച് വിൽക്കാനാണ് അയാളുടെ ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ, റെസിപ്പന്റ് വിചാരിക്കുന്നത് ഇത് തിരിച്ചു വിൽക്കാൻ ഫർദർ സപ്ലൈ ആണെന്നുണ്ടെങ്കിൽ സപ്ലയർക്ക് വേണമെങ്കിൽ അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി സപ്ലയർ എന്താക്കി എടുക്കുക, ആ വിൽക്കുന്ന വാല്യൂ ഇല്ലേ ഇതേപോലത്തെ സാധനം അയാൾ പുറത്തോട്ട് റെസിപ്പന്റ് എത്ര രൂപക്കാണോ വിൽക്കുന്നത് അതിന്റെ 90% നമ്മുടെ സപ്ലൈ വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റുന്ന പറയുന്നത്. അതായത് ഞാൻ ഈ സാധനം റിലേറ്റഡ് പാർട്ടിക്ക് കൊടുക്കുന്നത്, റിലേറ്റഡ് പാർട്ടി ഇത് 1 ലക്ഷം രൂപയ്ക്ക് ഇതേപോലത്തെ സാധനം 1 ലക്ഷം രൂപയ്ക്കാണ് പുറത്തോട്ട് വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷത്തിന്റെ 90% ആയിട്ടുള്ള 90,000 ആണ് എന്റെ വാല്യൂ സപ്ലൈ എനിക്ക് എടുക്കാം അറ്റ് ദി ഓപ്ഷൻ ഓഫ് ദി സപ്ലയർ. ഓപ്ഷൻ മാത്രമാണ്, നിർബന്ധമില്ല, വേണമെങ്കിൽ എടുക്കാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ പറയാണ് ഞാൻ ഇപ്പൊ കൊടുത്ത റിലേറ്റഡ് പാർട്ടി ആ റെസിപ്പന്റിന് ഫുൾ ഇൻപുട്ട് ടാക്സ് എലിജിബിൾ ആണെങ്കിൽ, ഹി ഈസ് എലിജിബിൾ ഫോർ ഫുൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഫുൾ ഇൻപുട്ട് ടാക്സിന് അയാൾ എലിജിബിൾ ആണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഇൻവോയ്സ് വാല്യൂ തന്നെ എന്താക്കി എടുത്തോ, ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഡീം ചെയ്തോ. അതായത് ട്രാൻസാക്ഷൻ വാല്യൂ എടുത്തോ എന്നല്ല അതിന്റെ മറു അർത്ഥം അല്ലെ, ട്രാൻസാക്ഷൻ വാല്യൂ തന്നെ എന്ത് ചെയ്തോ, ഇൻവോയ്സ് വാല്യൂ തന്നെ ഷാൾ ബി ഡീംഡ് ആസ് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, ഇൻവോയ്സ് വാല്യൂ തന്നെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എന്ത് ചെയ്യാം, ഡീം ചെയ്യപ്പെടാം എന്നാണ് പറയുന്നത്. ഓക്കെ,
ഇതാണ് റൂൾ എന്താ പറയാ 28. അപ്പൊ അടുത്ത ചോദ്യം പ്രിൻസിപ്പൽ ഏജന്റ് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ, അതായത് ഏജന്റിന്റെ കേസിൽ വാല്യൂ സപ്ലൈ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നു വെച്ചപ്പോൾ പറഞ്ഞു, ഒന്ന് കാര്യം ഓപ്പൺ മാർക്കറ്റ് വാല്യൂ എടുത്തോ, അത് അവൈലബിൾ അല്ലെങ്കിൽ 90%. മേലെ പറഞ്ഞ അതേ റൂൾ 90% റൂളിലെ ഫർദർ സപ്ലൈ ചെയ്യുമ്പോൾ എത്ര ഈ ഏജന്റ് ഫർദർ സപ്ലൈ ചെയ്യുന്ന വാല്യൂ എത്രയാണോ അതിന്റെ 90% സപ്ലൈ പ്രിൻസിപ്പൽ എന്ത് ചെയ്യാം, വാല്യൂ സപ്ലൈ കൺസിഡർ ചെയ്യാം എന്ന് പറഞ്ഞു. റൂൾ 29 പറഞ്ഞു. റൂൾ 29 തൊട്ട് റൂൾ 27 തൊട്ട് 31 വരെ പറഞ്ഞു. 31 എന്റെ കേസാണ് നമ്മളെ ലോട്ടറി ബെറ്റിംഗ് ഗാംബ്ലിംഗിന്റെ കേസ് 128 അല്ല 140 പെർസെന്റേജ് മാറിയില്ലേ, 140. സോ ലോട്ടറി ബെറ്റിംഗ് ഗാംബ്ലിംഗിന്റെ കേസിൽ 31 പറയുന്നത് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ലോട്ടറി ബെറ്റിംഗ് ഗാംബ്ലിംഗ് വിൽ ബി ഹയർ ഓഫ് ദി ഫോളോയിങ്. താഴെ പറഞ്ഞ ഹയർ ആയിരിക്കും, അതായത് ഫേസ് വാല്യൂ, ടിക്കറ്റിന്റെ ഫേസ് വാല്യൂ അതിന്റെ 100/140, അല്ലെങ്കിൽ പ്രൈസ് നോട്ടിഫൈ ചെയ്ത എത്ര അതിന്റെ 100/150. ഈ 100/150 ഉദ്ദേശിക്കുന്ന എന്താ, ഇൻക്ലൂഡിംഗ് GST എന്നുള്ള അസംഷനിലാണ് എന്തെങ്കിലും ലോട്ടറിയുടെ വാല്യൂ എടുക്കുന്നത്, അതിൽ ഹയർ ആണ് എടുക്കേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്ത് ഹയർ എടുക്കുക. ഈ റൂൾ 32 പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ചില സപ്ലൈസിൽ വേണമെങ്കിൽ ഈ റൂൾ അനുസരിച്ച് എന്ത് ചെയ്യാം, വാല്യൂ സപ്ലൈ ഡിറ്റർമിൻ ചെയ്യാം. സ്പെസിഫിക് ആയിട്ടുള്ള ചില ഐറ്റംസിൽ. അതിൽ ഒരു ഐറ്റം ഏതാ, ഈ പർച്ചേസ് ഓൺ സെയിൽ ഓഫ് ഫോറിൻ കറൻസി. ഫോറിൻ കറൻസിയുടെ എക്സ്ചേഞ്ച് നടത്തുന്ന കേസിൽ, മണി ചേഞ്ചിങ് നടത്തൂലേ, മണി ചേഞ്ചിങ് നടത്തുന്ന കേസിൽ ഇവർക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഈ 2 ഓപ്ഷൻ അനുസരിച്ച് ഏത് ഓപ്ഷനിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവർക്ക് വാല്യൂ സപ്ലൈ ഡിറ്റർമിൻ ചെയ്യാം. സാധാരണ ഇവരുടെ ഓപ്ഷൻ എന്താ, സാധാരണ ഒരു വാല്യൂ സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുന്ന എന്ത് ബേസിലാണ്, കമ്മീഷൻ ബേസിലായിരിക്കും. ബട്ട് ഈ കേസിൽ ഈ 2 ഓപ്ഷൻ, അതായത് കമ്മീഷൻ ബേസിൽ നോർമൽ ആണ്, അതല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് വാല്യൂ ഈ വാല്യൂഷൻ റൂൾസ് അനുസരിച്ച് എന്ത് ചെയ്യാം, വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഓപ്ഷൻ 1 എന്താ പറയുന്നത്, വാല്യൂ സപ്ലൈ ഈക്വൽ ടു, ഇവരുടെ പണി എന്താ, ബൈ ചെയ്യുക സെല് ചെയ്യുക അല്ലെ, ഫോറിൻ കറൻസി ബൈ ചെയ്യുക സെല് ചെയ്യുക. ബൈങ് ഓർ സെല്ലിംഗ് റേറ്റ് നിന്ന് RBI റെഫറൻസ് റേറ്റ് മൈനസ് ചെയ്യുക, എത്ര യൂണിറ്റ് ആണോ നിങ്ങൾ കൺവേർട്ട് ചെയ്യുന്നത് ആ യൂണിറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് വാല്യൂ സപ്ലൈ എന്ന് വേണമെങ്കിൽ എടുക്കാം. RBI റെഫറൻസ് റേറ്റ് ക്വസ്റ്റിന് തന്നിട്ടുണ്ടെങ്കിൽ, ഇനി RBI റെഫറൻസ് റേറ്റ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ കാര്യം ചെയ്തോ, എത്ര എമൗണ്ട് ആണ് നിങ്ങൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്തത് അതിന്റെ 1% ഇട്ടോ. അപ്പൊ അടുത്ത ചോദ്യം വന്നു, ഇത് എക്സ്ചേഞ്ച് ചെയ്യുന്ന INR അല്ല, പൗണ്ട് എന്ന് ദിനാർ, അല്ലെങ്കിൽ പൗണ്ട് എന്ന് റിയാൽ, അങ്ങനെ ഡിഫറെന്റ് പൗണ്ട് എന്ന് ഡോളർ, അങ്ങനെയാണ് കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന. INR ഇല്ല എന്നുണ്ടെങ്കിൽ കാര്യം ചെയ്തോ, രണ്ടും INR കൺവേർട്ട് ചെയ്യാം. RBI റെഫറൻസ് റേറ്റ് അനുസരിച്ച് രണ്ടും INR കൺവേർട്ട് ചെയ്ത് ലെസർ ഓഫ് ദി 2 അമൗണ്ട്സ്, അതിൽ ലെസർ ഏതാണോ ലെസർ എമൗണ്ട് എടുക്കുക. ഓക്കെ, അടുത്തത് ഓപ്ഷൻ 2. ഓപ്ഷൻ 2 വരുന്നത് സ്ലാബ് റേറ്റ് അനുസരിച്ചാണ്. അപ് ടു 1 lakh വരെ 1% ഓഫ് ഗ്രോസ് എമൗണ്ട് എത്രയാണോ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന അത്, അല്ലെങ്കിൽ 250 വിച്ച് എവർ ഈസ് ഹയർ. എക്സീഡിംഗ് 1 lakh വരാണെങ്കിൽ അപ് ടു 10 lakh ആണെങ്കിൽ 1000 പ്ലസ് 0.5% ഓഫ് എക്സീഡിംഗ് എമൗണ്ട്. ദെൻ എക്സീഡിംഗ് 10 lakh ആണെന്നുണ്ടെങ്കിൽ 5500 പ്ലസ് 0.1% ഓഫ് ദി 10 lakh എക്സീഡ് ചെയ്ത എമൗണ്ട്, അല്ലെങ്കിൽ 60,000 വിച്ച് എവർ ഈസ് ലോ. സോ ക്യാപ്പ് എത്രയാ, ഒരു ക്യാപ്പ് ഉണ്ട്, 60,000 ആണ് ക്യാപ്പ്. ഇനി റൂൾ 32 സബ് റൂൾ 3 എയർ ട്രാവൽ ഏജന്റിന്റെ കേസാണ്. എയർ ട്രാവൽ ഏജന്റ്, പക്ക എയർ ട്രാവൽ ഏജന്റ്. എയർ ട്രാവൽ ഏജന്റിന്റെ കേസിൽ പറയുകയാണ്, നിങ്ങൾ വാല്യൂ സപ്ലൈ കമ്മീഷൻ എടുക്കണം, എടുത്തോ, ആ ബേസിൽ പോകും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഡൊമസ്റ്റിക് ബുക്കിംഗ്സിന് എത്രയാണോ ഫെയർ, ടിക്കറ്റ് ഫെയർ എത്രയാണോ അതിന്റെ 5%, ഇന്റർനാഷണൽ ബുക്കിംഗ്സ് ആണെങ്കിൽ 10%, ബേസിക് ഫെയറിന്റെ 10%. ഈ റൂൾ അനുസരിച്ച് പോകാം എയർ ട്രാവൽ ഏജന്റിന്. ഇനി ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ആണെങ്കിൽ റൂൾ 32 സബ് റൂൾ 4 അനുസരിച്ച് പറയുന്നതാണ്, ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ വാല്യൂ സപ്ലൈ എടുക്കേണ്ടത് ഗ്രോസ് പ്രീമിയം ചാർജ് ചെയ്ത് എത്രയാണോ അതിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രീമിയം എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക, റിസ്ക് ബേസ്ഡ് ആയിട്ടുള്ള പ്രീമിയം മാത്രം എടുക്കുക. സോ ഗ്രോസ് പ്രീമിയത്തിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക, അപ്പോൾ ഇൻവെസ്റ്റ്മെന്റും റിസ്ക്കും കൂടി ബേസ്ഡ് ആയിട്ടുള്ള പ്രീമിയം ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് പ്രീമിയം അതായത് റിമൂവ് ചെയ്ത് റിസ്ക് ബേസ്ഡ് പ്രീമിയം മാത്രം എടുക്കുക. ഇനി സിംഗിൾ പ്രീമിയം ആനുറ്റി ബേസ് ആണെന്നുണ്ടെങ്കിൽ കാര്യം ചെയ്തോ, സിംഗിൾ പ്രീമിയം എത്രയാണോ അതിന്റെ 10% ആണ് വാല്യൂ സപ്ലൈ എന്നുള്ള രീതിയിൽ എടുത്തോ. ഇനി ഇതൊന്നല്ലാതെ വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് എന്താ പറയുക ഇൻഷുറൻസ് ആണ്, അതായത് ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് റിസ്ക് ബേസ്ഡ് ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തു, എത്രയാണോ പ്രീമിയം ചാർജ് ചെയ്തിട്ടുള്ളത് അതിന്റെ 25%, പ്രീമിയത്തിന്റെ 25%, ഇഫ് ദാറ്റ് പ്രീമിയം ഈസ് ഫസ്റ്റ് ഇയർ പ്രീമിയം ആണെങ്കിൽ. ഇനി സബ്സിക്വന്റ് പ്രീമിയംസ് ആണെങ്കിൽ 12.5%, അതായത് സെക്കൻഡ് ഇയർ പ്രീമിയം തേർഡ് ഇയർ പ്രീമിയം ഒക്കെ ആണെങ്കിൽ 12.5% ആക്കി എടുത്തോ എന്നാണ് പറയുന്നത്. ഇനി സെക്കൻഡ് ഹാൻഡ് ഗുഡ്സ് വിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് വാല്യൂ സപ്ലൈ ഡിറ്റർമിൻ ചെയ്യുക? അപ്പൊ പറഞ്ഞ് നമുക്ക് എന്ത് റൂൾ പോവാം, മാർജിൻ സ്കീം പോവാം. അതായത് വാല്യൂ സപ്ലൈ വിൽ ബി ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് ബൈയിങ് പ്രൈസ്. അതായത് ഞാൻ ഒരു കാർ, സെക്കൻഡ് ഹാൻഡ് കാർ ഡീലറാണ്, ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് ഒരു കാർ വാങ്ങി, ബൈയിങ് പ്രൈസ് 1 ലക്ഷം, ഞാൻ വിൽക്കുന്നത് 1.5 ലക്ഷത്തിനാണ്. അപ്പൊ വാല്യൂ സപ്ലൈ ഈക്വൽ ടു 1.5 ലക്ഷം മൈനസ് 1 ലക്ഷം, ദാറ്റ് ഈസ് ഈക്വൽ ടു 50,000. അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഇനി നെഗറ്റീവ് ആണ് കിട്ടുന്നത്, ഞാൻ നഷ്ടത്തിനാണ് വിൽക്കുന്നതെങ്കിൽ ദ വാല്യൂ ഓഫ് സപ്ലൈ ഈക്വൽ ടു 0. വാല്യൂ എന്താക്കി എടുക്കും, 0 ആക്കി എടുക്കും. ഇതിനൊരു പ്രത്യേകത, ഇവർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഒന്നും അലൗഡ് അല്ല. ഓക്കെ, മതി, കഴിഞ്ഞു. വാല്യൂഷൻ റൂൾസ് ഈസ് ഓവർ. ദാറ്റ്സ് ഓൾ അബൌട്ട് വാല്യൂഷൻ റൂൾസ് ഫൈൻ, കഴിഞ്ഞു. ഓക്കെ, സോ completely discuss value supply plus value valuation rules, completely discuss enough, more than enough for the exam, more than enough. comment ചെയ്യുക, subscribe ചെയ്യുക, പേഴ്സണലി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണമെങ്കിൽ അറിയിക്കാം, നല്ലതാണ്, സന്തോഷമാണ്. ആൻഡ് ഇനി ഏത് ടോപ്പിക് വേണമെന്നുള്ളത് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യുക, വിൽ ഡിസ്കസ് ദാറ്റ്. ഓക്കെ, സോ സീ യു വിത്ത് അതർ വീഡിയോ. താങ്ക് യു.